ഹിജാബ് വിവാദം തുടരുന്നതിനിടെ എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ 2 കുട്ടികൾ കൂടി പഠനം നിർത്തുന്നു. 2ലും 3ലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ടിസിക്കായി അപേക്ഷ നൽകിയത്. തോപ്പുംപടിയിലെ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലാണ് കുട്ടികളെ ചേർക്കുക. അതേസമയം ഹിജാബ് ധരിക്കുന്നതിന് വിലക്ക് നേരിട്ട വിദ്യാർത്ഥിനിയെ കുടുംബം ഉടൻ സ്കൂൾ മാറ്റില്ല. ഹൈക്കോടതി നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തീരുമാനം. ഡാനി ഇപ്പോൾ നൽകും കൂടുതൽ വിവരങ്ങൾ. ഡാനി, ഇപ്പോൾ സെന്റ് റീത്താസ് സ്കൂളിൽ നിന്ന് 2 കുട്ടികൾ പഠനം നിർത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇതിനുള്ള കാരണം എന്താണ്? ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് സ്കൂൾ എടുത്ത നിലപാടാണോ ഈ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളെ ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് മാറ്റാനുള്ള കാരണമായി അവർ പറയുന്നത്? എന്താണ് സംഭവം? പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൽ നിന്ന് 2 വിദ്യാർത്ഥിനികളെ കൂടി അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള തീരുമാനമാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇതിന് പ്രധാനമായും ഒരു കാരണമായിട്ട് അവർ ഹിജാബ് വിഷയം എന്നതിനേക്കാൾ അപ്പുറം അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ അവരെ വേദനിപ്പിച്ചു. പ്രത്യേകിച്ച് പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ PTA പ്രസിഡന്റും നടത്തിയ പരാമർശങ്ങൾ ഇതിൽ അവരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് ആ വിദ്യാലയത്തിൽ ഇനി തങ്ങളുടെ കുട്ടികൾ തുറന്ന് പഠിക്കേണ്ടതില്ല, പകരം മറ്റൊരു വിദ്യാലയം, അതും കോൺവെന്റ് സ്കൂൾ തന്നെയാണ്, അവിടേക്ക് മാറ്റാനാണ് തീരുമാനം. ഇതിൽ ഹിജാബിനേക്കാളും അപ്പുറം അവരുടെ നിലപാടുകളിലുള്ള ഒരു പ്രതിഷേധം, ചില പരാമർശങ്ങൾ തന്നെ വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത്. 2 കുട്ടികളുടെയും മാതാപിതാക്കൾ നമുക്കൊപ്പം ചേരുന്നു. ഫിർദോസും അതോടൊപ്പം തന്നെ ജസ്നയും ചേരുന്നു. ഇങ്ങനെ ഒരു സമൂഹ മാധ്യമങ്ങളിലൊരു പോസ്റ്റ് വരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ളൊരു കാരണം? ഒരു തീരുമാനം എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ റീസൺ ഇവിടെ ആ കുട്ടിക്കെതിരായിട്ട് അവർ പറഞ്ഞ ചില പരാമർശങ്ങൾ തന്നെയാണ്. കാരണം ഒരു കുട്ടി ഹിജാബ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഭയം ഉളവാക്കുന്നു എന്നുള്ള രീതിയിലത്തെ പരാമർശങ്ങളാണ് അവർ അവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അത് നമുക്ക് ശരിക്കും ഒരിക്കലും ആക്സെപ്റ്റബിൾ അല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമുദായികപരമായിട്ടാണെങ്കിലും അതുപോലെ മറ്റുള്ള മതക്കാരോടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പെരുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണ് നമ്മൾ ആ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന ചില മുന്നിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ അത് കണക്കിലെടുത്ത് അവർക്ക് നാളെ സ്വതന്ത്രമായിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമായിരിക്കണം അവർക്ക് സ്കൂളിൽ ഉണ്ടാവേണ്ടത്. അതായത് എൻ്റെ കുട്ടികളെ ഇപ്പം അതിന് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഹിജാബല്ല എൻ്റെ പ്രശ്നം. അതായത് അവിടെ നടത്തിയ ചില പരാമർശങ്ങളാണ്. അവർ പരാമർശം നടത്തിയത് തട്ടത്തിൻ്റെ പേരിലാണെന്നുള്ളതാണ്. പക്ഷേ ഞാനിപ്പോൾ ചേർക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കോൺവെൻറ്റ് സ്കൂളിൽ തന്നെ ആണെന്നുള്ളതാണ് യഥാർത്ഥ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ആ കോൺവെൻറ്റ് സ്കൂളിലെ പ്രിൻസിപ്പൾ ഒരു കന്യാസ്ത്രീയാണ്. ആ മേഡമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ മേഡം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മോളെ ഞങ്ങളെല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഹിജാബ് ഇടുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമുക്കില്ല. നമ്മളെല്ലാ കുട്ടികളെയും ഒരേപോലെ കാണുന്ന ആൾക്കാരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു പ്രശ്നം ഉന്നയിച്ച ആളുടെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിന് പകരം ആ ഉന്നയിച്ച ആളിനെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് ഇവിടെ അത് ഉന്നയിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പളും PTA പ്രസിഡൻറ്റുമാണ്. പക്ഷേ അതേ ഒരു ശിരോവസ്ത്രം അണിഞ്ഞിരിക്കുന്ന ഒരു കന്യാസ്ത്രീയാണ് ഇന്ന് എന്നോട് ഈ രീതിയിൽ സംസാരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇങ്ങനത്തെ ജാതി അടിസ്ഥാനത്തിൽ ഒന്നും ചിന്തിക്കാത്ത കന്യാസ്ത്രീമാരാണ് കൂടുതലുള്ളത്. അതിൽ ഈ ഒരു സ്കൂളിലെ ടീച്ചേഴ്സിനെ കൊണ്ട് മാത്രം അവർക്കുണ്ടായ അപമാനമാണ് നമ്മളിവിടെ മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെയുള്ള എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന ഒരു സ്കൂളിലേക്ക് എൻ്റെ മക്കൾ മാറി പഠിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് വേറെ ഒരാളുടെയും ഉൾപ്രേരണയോ നമ്മളെ അതിലേക്ക് ഫോഴ്സ് ചെയ്യിപ്പിച്ചതോ അല്ല. എൻ്റെയും ഭർത്താവിൻ്റെയും മാത്രം തീരുമാനമാണത്. അത് ഞങ്ങളുടെ പേരൻസ് പോലും അതിനകത്ത് ഒരു വിധത്തിലുള്ള തീരുമാനം പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു. കാരണം ഞങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് അവർക്കറിയാം. അതിൻ്റെ പേരിൽ ഞങ്ങൾ 2 പേരും ഇരുന്ന് തീരുമാനിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു TC ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. കൂടുതൽ കുട്ടികൾ വരുന്നത് അങ്ങനെ നിങ്ങൾ മറ്റുള്ളവർ അന്വേഷിച്ചിരുന്നോ? ഏതെങ്കിലും കുട്ടികൾ കൂടുതൽ പേരുണ്ടോ ഇതുപോലെ മാറ്റുന്നത്? ഇല്ല, അങ്ങനത്തെ അന്വേഷണങ്ങളൊന്നും വന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ കാര്യം കുറിച്ച് മാത്രം ചിന്തിച്ചുള്ളൂ. നമ്മുടെ മക്കൾ അവിടെ പഠിക്കണ്ട, അവർ നല്ലൊരു സാഹചര്യത്തിൽ പഠിച്ചാൽ മതി എന്നൊരു തീരുമാനം അത്രേ ഉള്ളൂ. അപേക്ഷ നൽകിയോ? നൽകി അപേക്ഷ വെള്ളിയാഴ്ച അപേക്ഷ നൽകിയിരിക്കുകയാണ്. 2 വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞേക്കണത്. 2 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് TC തരാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ നിലപാടുകളാണ് വേദനിപ്പിച്ചത് അവിടെ. അതെ, അതാണ് നമ്മൾക്കുണ്ടായൊരു, ഇത്രയും നാളും നമ്മൾ റൂള് പാലിച്ച് തന്നെ പോയിരുന്ന ഒരു പേരൻസ് ആയിരുന്നു.
അപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും നിലപാടല്ലാണ്ട് നമുക്ക് ജാതിപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ തന്നെ ചേർക്കാൻ ഞാൻ തീരുമാനിക്കില്ലായിരുന്നു. എനിക്ക് അതിനനുസരിച്ചുള്ള മറ്റുള്ള സ്കൂളുകളും ഇവിടെ ഉണ്ട്, എനിക്ക് അവിടെ ചേർക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കന്യാസ്ത്രീകൾ തന്നെ പഠിപ്പിക്കുന്ന ഇത്ര ഒരു സൗഹാർദ്ദപരമായിട്ട് പോകുന്ന ഒരു സ്കൂളിൽ തന്നെ ചേർക്കാൻ എന്നുള്ള ആ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കാനുള്ള കാരണം അതാണ്. അതെ, തീർച്ചയായും ഉണ്ട്. കാരണം ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ അവർ തന്നെയാണ്, നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട കാര്യമാണ്. ഇനിയിപ്പോ വൈകാതെ എവിടേക്ക് വിടും അല്ലേ? വൈകാതെ ക്ലാസ്. അതെ, നമുക്ക് TC കിട്ടി, അത് അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ ഉടനെ ക്ലാസ്സിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് മിസ്. എന്തായാലും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. സ്കൂളിൽ നിന്ന് മറ്റൊരു വിദ്യാലയത്തിൽ, സെൻട്രൽ താസിൽ നിന്ന് മറ്റൊരു ഇടത്തേക്ക് മാറ്റുക എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ കുട്ടിയുടെ മാതാവ്, നേരത്തെ ഹിജാബ് വിവാദത്തിലുണ്ടായ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഒരു തീരുമാനം. ഇപ്പോൾ കുട്ടിയുടെ TC വാങ്ങിക്കുന്നില്ല. ഹൈക്കോടതി ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ കൂടി നിലപാട് അറിഞ്ഞിട്ട് മതി ആ കുട്ടിയെ അവിടെ നിന്ന് TC വാങ്ങിക്കുക എന്നതാണ് അവരും തീരുമാനിച്ചിരിക്കുന്നത്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഹിജാബ് വിലക്കുന്ന സ്കൂളുകളുടെ കണക്കെടുത്ത് സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ വർഗീയത പരത്തുന്ന സ്കൂളുകളെ കണ്ടെത്താനാണ് ശ്രമമെന്നാണ് വിശദീകരണം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്നും സംഘടന വിശദീകരിക്കുന്നു. ഗൂഗിൾ ഫോം വഴിയുള്ള വിവരശേഖരണത്തിന് കണക്ക് പരസ്യപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം. ഹിജാബ് വിഷയത്തിൽ പുതിയ ഒരു നീക്കവുമായിട്ടാണ് മുസ്ലിം സാമുദായിക സംഘടനകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെ നേതാക്കളുടെ നീക്കങ്ങൾ. SKSS നേതാവായ സത്താർ പന്തലൂരിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പുതിയ നീക്കങ്ങളുടെ അടിസ്ഥാനം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതിയില്ലാത്ത സ്ഥാപനങ്ങളുടെ കണക്ക് ശേഖരിക്കുന്നു എന്നൊരു FB പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത്. മാത്രമല്ല ആ പോസ്റ്റിൽ തന്നെ ഒരു ഗൂഗിൾ ഫോമിൽ ഏത് സ്ഥാപനമാണ്, എവിടെയാണ് എന്നുള്ള വിശദാംശങ്ങൾ നൽകാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. അത്തരത്തിൽ ഈ ഒരു മുസ്ലിം വേഷം ധരിക്കാൻ അനുവദിക്കാത്ത സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കുവാനും അവരെ പരസ്യപ്പെടുത്തുവാനുമാണ് ഒരു നീക്കമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വലിയ തോതിൽ തന്നെ ഇത് ചർച്ചയാവുകയും ഇത് മറ്റൊരു വർഗീയ വേർതിരിവിനുള്ള നീക്കമായിട്ട് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇത് സംബന്ധിച്ച് സത്താർ പന്തലൂർ തന്നെ പറയുന്നത് അത്തരത്തിലൊരു പരസ്യപ്പെടുത്തി ഒരു വിഷയം കൂടുതൽ വഷളാക്കാനുള്ള ശ്രമമല്ല, മറിച്ച് ഈ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണെന്ന് ബോധ്യപ്പെട്ട് അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സർവേ എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഉണ്ടായത്. പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുകയും നല്ല രീതിയിൽ ആ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തണം. നമുക്കറിയാം, ധാരാളം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അനുമതിയുണ്ട്. ആ മതസ്വാതന്ത്ര്യത്തോടുകൂടി അവർ പഠിക്കുന്നുണ്ട്. നല്ല മക്കളായിട്ട് പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിന് ഒട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുകയും ആ സ്ഥാപനങ്ങളുമായിട്ട് നല്ല നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്താനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു സംഘടനയുടെ ലേബൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു പല ആളുകൾക്കും സഹകരിക്കാൻ പ്രയാസമുണ്ടാവും. എല്ലാ സംഘടനകളുടെയും ലീഡേഴ്സ് എന്നെ വിളിച്ചിരുന്നു, അവർ സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ ലിസ്റ്റ് ഒക്കെ തയ്യാറായി കഴിയുന്ന മുറക്ക് നല്ല രീതിയിൽ അത്തരം കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. എന്നാൽ ഇതിന് വലിയ തോതിൽ തന്നെ വിമർശനവും ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ഈ ഒരു സാമുദായിക സൗഹാർദ്ദം അത് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം തീർക്കുമെന്ന വിമർശനമാണ് ഉയരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഒന്ന് അടങ്ങിയ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല സമസ്ത നേരിട്ടല്ലെങ്കിൽ പോലും മറ്റു സാമുദായിക സംഘടനകളും ഇതിന്റെ ചുവട് പിടിച്ചു വരികയാണെങ്കിൽ മറുവശത്ത് ക്രൈസ്തവ അല്ലെങ്കിൽ മറ്റു മത സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടുള്ള സംഘടനകളും ഇതേ നീക്കവുമായി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം കൂടുതൽ വഷളാക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ എത്തിച്ചേരുമെന്നൊരു വിലയിരുത്തലും ഇതിന്റെ ഭാഗമായിട്ട് ഉയരുന്നുണ്ട്. എന്നാൽ സമസ്തയടക്കമുള്ള സംഘടനകൾ നേരിട്ട് ഇതിൽ ഇടപെടുന്നില്ല എന്നൊരു വിശദീകരണമാണ് അവർ നൽകുന്നതെങ്കിൽ പോലും സമസ്തയുടെ ഭാഗമായിട്ടുള്ള പോഷക സംഘടനകളുടെ നേതാക്കളാണ് ഇത്തരം നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇത് നിലവിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് അവർ വിശദീകരിക്കുമ്പോഴും എന്തായിരിക്കും ഇതിന്റെ അടുത്തൊരു ഘട്ടം ഉണ്ടാവുക, എങ്ങനെയായിരിക്കും ഇത് ഫലത്തിൽ വരിക എന്നതാണ് കണ്ടറിയേണ്ടത്. നിലവിൽ എല്ലാം പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കങ്ങളെന്ന് നേതാക്കൾ പറയുമ്പോഴും ഉയരുന്ന ആശങ്ക ഇത് സാഹചര്യങ്ങൾ മോശമാക്കുമോ എന്നുള്ളതാണ്.
മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. ശിരൂർ വസ്ത്ര വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് ആത്മാർത്ഥതയില്ലാത്തതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ. മന്ത്രി പറയുന്നതനുസരിച്ച് അല്ല പ്രവർത്തിക്കുന്നത്. ഇത് കാരണം കുട്ടിക്ക് പഠനം നിർത്തേണ്ടി വന്നെന്നും ദുൽകിഫിൽ പറഞ്ഞു. സത്യത്തിൽ ഹിജാബിന്റെ വിഷയത്തിൽ ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു, പക്ഷെ കുട്ടി മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. കാരണം മന്ത്രി വലിയ രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ചെങ്കിലും ആ കുട്ടിക്ക് പഠനം നിർത്തിപ്പോകേണ്ടി വരുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മന്ത്രി വലിയ രീതിയിലുള്ള സംസാരിക്കും, പക്ഷേ അവസാനത്തെ റിസൾട്ട് അത് RSSന് അനുകൂലമായിരിക്കും, സംഘപരിവാറിന് അനുകൂലമായിരിക്കും. നമുക്കറിയാം, പാലക്കാട് സ്കൂളിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മന്ത്രി പ്രസ്താവിച്ച പ്രസ്താവന അതിൻ്റെ NOC ഞങ്ങൾ പിൻവലിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ 3 മാസമായിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. ഈ വിഷയത്തിലും അദ്ദേഹം 2018 ജസ്റ്റിസ് മുസ്താഫിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ്. പുനഃസംഘടനയിൽ തഴയപ്പെട്ട ചാണ്ടി ഉമ്മനും അബിൻ വർക്കിക്കുമായുള്ള ഓർത്തഡോക്സ് സഭയുടെ സമ്മർദ്ദം തള്ളി കോൺഗ്രസ്. സഭയുടെ തീരുമാനമനുസരിച്ചല്ല കോൺഗ്രസ് പുനഃസംഘടന നടക്കുകയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഇല്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒക്കെ മക്കള് തന്നെ, അതിന് സംശയമൊന്നുമില്ല. ഈ സാമുദായിക കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കാറുണ്ടോ ഭാരവാഹി? എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കാറുണ്ട്.